ഹലോ ഗായ്സ്, അപ്പൊ നല്ലൊരു ബിഗ് ഡേ ഇൻ മൈ ലൈഫ് കേട്ടാലോ. ചെറുതൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ രാവിലെ തന്നെ ചോറും കറിയൊക്കെ വെച്ചതിന് ശേഷം താണ്ട് നേരെ കുറ്റിയും പറിച്ച് മെട്രോ കയറി ഞാൻ പോകേണ്ട സ്ഥലത്തേക്ക് പോയി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം താണ്ട് തിരിച്ചിറങ്ങി. അവിടുത്തെ ഒന്നും വ്ളോഗ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഓക്കെ, അവിടുത്തെ ഒന്നും വ്ളോഗ് എടുക്കാൻ പറ്റൂല, അതുകൊണ്ടാണ്. അപ്പൊ അതിന് ശേഷം താണ്ട് ഞാൻ റൂബി വന്നതിന് ശേഷം ഇപ്പം ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ഞാൻ ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യണമെന്ന് ചോദിച്ചു നൈറ്റത്തേക്ക്. അപ്പൊ അത് ഞാൻ വെച്ചു മുളകൊക്കെ പുരട്ടി സെറ്റാക്കി വെക്കാന്ന് കരുതി. അങ്ങനെ അത് സെറ്റാക്കി വെക്കാനുള്ള പ്രിപ്പയറിംഗ് ആയിരുന്നു. അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന രീതി തട്ടിയും കുട്ടിയൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചായ ഒക്കെ ഇട്ട് കുടിക്കാൻ കരുതി. അങ്ങനെ താണ്ട ചായ ഇട്ട് കുടിച്ചു. അപ്പോഴത്തേക്ക് താണ്ട വന്നു എന്റെ റൂംമേറ്റ് കോപ്പിക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോടി ഒരിടത്തൊരു പോകാൻ വേണ്ടി പോവാണ്. അവർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞ് വാഗമൺ പോകുന്നതിന്റെ പ്ലാനിങ് ആയിട്ട് ഇതൊക്കെ വാങ്ങണമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് സ്റ്റുഡിയോയിലോട്ട്. ഇനി ചെന്നിട്ടുള്ള കഥകൾ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതുവരെ നിങ്ങൾ കണ്ടത് കഥയുടെ തുടക്കം. ഇനിയാണ് ശരിക്കും കഥ അങ്ങോട്ട് ആരംഭിക്കാൻ പോണത്. എനിക്കറിയത്തില്ല, ഏതാണ്ടാക്കണം നോക്കുന്നുണ്ട്. ഏതിലൊരെണ്ണം സെറ്റാക്കിയ ഭാഗ്യം. ഇവിടെ ആയിരുന്നു കുറച്ചു മുമ്പേ. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടല്ലോ, ഓരോരോ ഡ്രസ്സ് തപ്പി തപ്പി അവസാനം താണ്ടെ ഈ രണ്ടെണ്ണം ഇട്ട് നോക്കാന്നുള്ള പ്ലാനിങ് നടത്തി. അങ്ങനെ അത് തന്നെ ട്രയൽ റൂമിൽ ചെന്ന് മാറുമായിരുന്നു. അവള് മാറുന്ന സമയത്ത് ഞാൻ എന്റെ പട്ടി ഷോക്കെ കുറെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഞാൻ നോക്കിയപ്പം എനിക്ക് ഈ ചപ്പൽ ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് ഞാൻ കുറെ നാളോട് ചപ്പൽ നോക്കി നടക്കായിരുന്നു. അപ്പൊ എനിക്ക് ഈ ചെരുപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതങ്ങ് എടുത്തോ, രണ്ടും കൽപ്പിച്ച്. അങ്ങനെ അതെടുത്തു കഴിഞ്ഞിട്ടും ഇവിടെ തുണി എടുക്കാൻ വന്ന ആളുടെ തുണി അങ്ങോട്ട് സെറ്റായില്ല. പിന്നെ അടുത്ത സാധനം എടുത്ത് തന്റെ ബ്ലൂ കളറുള്ള ഇത് നോക്കിയിരിക്കായിരുന്നു. അങ്ങനെ അതും എടുത്ത്, പക്ഷെ അതും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ മാക്സിലോട്ട് വിട്ടു. പള്ളിക്കാരത്തെ മാക്സിൽ എന്തൊക്കെയോ കാണുന്ന കരുതിയാണ് ചെന്നത്. പക്ഷെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ സ്റ്റുഡിയോയിലേക്കാളും ശോകമായിരുന്നു കേസ് അവിടുത്തെ അവസ്ഥ. ഒരിടത്തും ഒന്നും കിട്ടിയില്ല. അങ്ങനെ കേസ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞ് പോയിട്ട് അവസരം ഞാൻ പർച്ചേസ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അവിടെ ഒട്ട് പർച്ചേസ് നടന്നതും ഇല്ല. പിന്നെ നേരെ തന്നെ വൈറ്റുള്ള ട്രൈബ് സലൂണിൽ ചെന്നു. അവിടെ ചെന്ന് ആൾക്ക് ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞ് പേടിച്ചൊക്കെ പോയി ത്രെഡ് ചെയ്യാൻ പോയി ഇരുത്തുണ്ടില്ലേ, അവിടെ ഇത് ത്രെഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ പോയി ഇരുന്ന് ക്യാമറയ്ക്കും പിന്നെ കുറച്ച് ഷോയും കൂടി ഇറക്കാന്ന് കരുതി ഞാൻ അങ്ങനെ കുറച്ച് ഷോയൊക്കെ ഇറക്കി. അപ്പോഴത്തേക്ക് ത്രെഡ് ചെയ്ത ആള് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സുന്ദരിയാണെന്ന് സ്വയമേ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അതിനുശേഷം നേരെ ഞങ്ങൾ പോയത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അവളുടെ ഫേവറേറ്റ് സ്പോട്ടാണെന്ന് പറഞ്ഞത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ രണ്ട് ചായയും പിന്നെ 2 മുട്ട ബജിയും മേടിച്ച് ഒരു ഉള്ളിയോടെയും മേടിച്ച്. നൈസായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ സ്പോട്ടും നല്ല രസമായിരുന്നു. വണ്ടിയൊക്കെ പോകുന്ന കണ്ടുകൊണ്ട് ചായ കുടിക്കാൻ എന്താ രസം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ തന്റെ വീട്ടിൽ വന്നു. അപ്പൊ ഇന്നത്തെ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സി യു.